മരട് നഗരസഭാ പ്രദേശത്തെ മാലിന്യ പ്രശ്നം നഗരസഭാ കവാടത്തിൽ സത്യാഗ്രഹ സമരം വരെ എത്തിച്ചു അധികാരികൾ. എന്റെ മരട് ക്ലീൻ മരട് എന്ന് മരട് നഗരസഭയുടെ ആശയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന തലത്തിലേക്കെത്തി. കഴിഞ്ഞ ദിവസം മരട് നഗരസഭയുടെ 1-ാം ഡിവിഷനിൽ മാലിന്യം തള്ളിയിട്ട് ഒരു മാസത്തോളമായി പൂർണ്ണമായും നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മരട് നഗരസഭയുടെ 1-ാം ഡിവിഷൻ കൗൺസിലർ ശാലിനി അനിൽ രാജ് തള്ളിയ മാലിന്യം നീക്കം ചെയ്യുന്നതുവരെ മരട് നഗരസഭ കവാടത്തിൽ സത്യാഗ്രഹ സമരം പ്രഖ്യാപിച്ചു. മാലിന്യ വിഷയത്തിൽ മരട് നഗരസഭ അങ്കണത്തിൽ നിരവധി സമരങ്ങളാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി നടക്കുന്നത്. ഡിവൈഎഫ്ഐ സമരം നടത്തി, കൗൺസിലുള്ളിൽ കൗൺസിലർമാർ സമരം നടത്തി, CPIM-ന്റെ നേതൃത്വത്തിൽ സമരം നടത്തി, LDF-ന്റെ നേതൃത്വത്തിൽ സമരം നടത്തി. സമരത്തിന് ശേഷം എറണാകുളം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. എന്നിട്ടും അധികാരികൾക്ക് യാതൊരു കുലുക്കവുമില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന മാലിന്യം നീക്കം ചെയ്യാൻ പോലും അധികാരികൾ തയ്യാറാകുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുത്തിയിരിപ്പ് സത്യാഗ്രഹ സമരം അടുത്ത ദിവസം തുടരുമെന്നാണ് കൗൺസിലർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒക്ടോബർ 26-ാം തീയതി ലോറിക്ക് കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തട്ടിയിട്ടതാണ്. ഈ വിവരം ബന്ധപ്പെട്ട അധികാരികളെയും അതുപോലെ തന്നെ സെക്രട്ടറിയെയും ചെയർമാനെയും മറ്റും എല്ലാ വിശദമായ തെളിവോടുകൂടി ഞാനിവിടെ കൊടുത്തിരുന്നതാണ്. അതായത് വണ്ടിക്കാരനെയും വണ്ടിക്കാരൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ വണ്ടി ഓണർഷിപ്പും എല്ലാം ഇവിടെ കൊടുത്തിരുന്നു. എങ്കിലും യാതൊരു നടപടിയും അവർക്കെതിരെ എടുക്കാനായിട്ട് നഗരസഭ തയ്യാറായില്ല. എൻ്റെ മരട് ക്ലീൻ മരട് എന്നുള്ള പൊള്ളയായ പ്രസംഗത്തിലൂടെയാണ് ചെയർമാൻ നടക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാകും. ഈ സമയം വരെ ഒരു മാസത്തോളമായി അവിടെ മാലിന്യങ്ങൾ കുന്നുകൂടിയിട്ടിട്ട് യാതൊരു നടപടിയും എടുക്കാത്ത നഗരസഭയാണ്. എന്നിട്ട് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അർദ്ധരാത്രിയിൽ കൊണ്ടുവന്ന് അതിന് തീ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയാണ്. അതായത് മരട് നഗരസഭയിൽ പെട്ടതാണോ 1-ാം ഡിവിഷൻ എന്നുള്ളത് കൂടി സംശയിക്കേണ്ടതിരിക്കുന്നു. അത് എൻ്റെ മരട് ക്ലീൻ മരട് എന്ന് പറയുമ്പോൾ 1-ാം ഡിവിഷൻ അതിൽ പെട്ടോ ഇല്ലയോ എന്നുള്ളത് ചെയർമാൻ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ജനങ്ങളെ. അവിടുത്തെ ജനങ്ങളെ ഒരുപാട് ഇതുപോലെ സമരങ്ങളും മറ്റുമെല്ലാം ചെയ്തിട്ടും ഞാൻ എന്നുള്ള ധാർഷ്ട്യഭാവത്തോടു കൂടി തന്നെ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന ചെയർമാനാണ്. ഒരു നടപടിയും എടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ മാഫിയ സംഘമായിട്ട് ഈ ഭരണാധികാരികൾക്കും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മരട് ക്ലീൻ മരട് എന്ന് പറയുവാനായിട്ട് യാതൊരു യോഗ്യതയുമില്ലാത്ത ചെയർമാനാണ് ഇന്നിവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മരട് നഗരസഭ 1-ാം ഡിവിഷനിലെ അതുപോലെ തന്നെ 10, 14 ഈ 3 ഡിവിഷനുകളിലാണ് കഴിഞ്ഞ ഒക്ടോബർ മാസം 26-ാം തീയതി മാലിന്യം തള്ളുന്ന നിലയുണ്ടായത്. അന്ന് തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് പരാതി കൊടുക്കുകയും സംസാരിക്കുകയും തുടർന്നുള്ള കൗൺസിൽ യോഗങ്ങളിലൊക്കെ ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഒടുവിൽ സെക്രട്ടറി ഉപരോധിക്കുമ്പോൾ അവസാനിപ്പിക്കുന്നത് സെക്രട്ടറി 13-ാം തീയതിക്കകം ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് അന്ന് സെക്രട്ടറിയെ ഉപരോധിക്കുന്ന സമരം അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇതുവരെയും ആ വേസ്റ്റ് അവിടെ നിന്ന് മാറ്റുന്നതിന് ആവശ്യമായൊരു നടപടി മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിട്ടില്ല. ഈ വേസ്റ്റ് തള്ളിയിട്ടുള്ള വാഹന ഉടമകളുടെ നമ്പർ സഹിതം ആണ് പരാതിപ്പെട്ടിട്ടുള്ളത്. ആ നമ്പർ വെച്ചുകൊണ്ട് പോലീസിന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുനിസിപ്പാലിറ്റിക്ക് അവരെ വിളിച്ചു വരുത്തി ഇത് നീക്കം ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ മുനിസിപ്പൽ ഭരണകർത്തൃത്വം ഒരു നിലപാട് സ്വീകരിക്കാതെ ഒരു അഴകുഴമ്പൻ സമീപനമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്നത്. ഈ വേസ്റ്റ് നീക്കം ചെയ്യാതെ ഞങ്ങളുടെ സമരം അവസാനിക്കില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നു മുതൽ ഡിവിഷൻ കൗൺസിലർ ഈ മുനിസിപ്പൽ കവാടത്തിന് മുന്നിൽ കുത്തിയിരിക്കുന്നത്. ആ വേസ്റ്റ് നീക്കുന്നത് വരെയുള്ള സമരം ഞങ്ങൾ തുടരും. അതോടൊപ്പം തന്നെ നല്ല ജനപിന്തുണയോടുകൂടി ഉജ്ജ്വലമായ മറ്റ് പ്രക്ഷോഭങ്ങളിലേക്ക് കൂടി ഈ സമരത്തെ വളർത്തിക്കൊണ്ടുവരുമെന്ന കാര്യം കൂടി ഈ പ്രത്യേകം അറിയിക്കുകയാണ്. അതുകൊണ്ട് വളരെ അടിയന്തരമായി മുനിസിപ്പാലിറ്റി ഈ വേസ്റ്റ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണം.